ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് വന്ന് LDF സർക്കാർ വന്ന് എല്ലാ സിസ്റ്റം മൊത്തം തകരാറിലാക്കി പോയി. സാമ്പത്തിക രംഗം പൂച്ചപ്പെട്ട അവസ്ഥ എന്നുള്ളത് നേരത്തെ ഇവിടെ ഗോപാലകൃഷ്ണൻജി പറഞ്ഞ പോലെ അതിന്റെ അവസ്ഥ എന്താ ഇന്ന് റെഡ് സിഗ്നൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ റെഡ് സിഗ്നലിൽ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഇന്നത്തെ ഗവൺമെന്റിന് ഈ സാമ്പത്തിക രംഗം തന്നെയാ. 16,500 കോടി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ആനുകൂല്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നു വിശ്വസിക്കുന്നു. അപ്പൊ സ്ത്രീകൾക്ക് എന്റെ കൂടെ ഇരുന്നൊരു അവതാരക പറയുക, നാളെ പോലെ എന്റെ ജീവിതം സുഖമായി. ഞാൻ എന്താന്ന് ചോദിച്ചു പറഞ്ഞു, വണ്ടി ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ ആണെന്ന് പറഞ്ഞു. പ്രായോഗികമാണോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് പ്രായോഗികമല്ല. ഇപ്പൊ തന്നെ അറിയാം KSRTC എത്ര നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ KSRTC അടച്ചു പൂട്ടേണ്ട ഒരു ഗതികേടാണ് വരാൻ പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു കാലയളവിൽ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ 16,500 കോടി രൂപ അധികം അടുത്ത യുവതലമുറ ഇന്ന് അവരുടെ വരുമാനം പണയം വെച്ചിട്ടുള്ള ഒരു സ്ഥിതിയാണ്. 2030 ആവുമ്പോഴത്തേനും ആ ഒരു തുക അടച്ചു തീർക്കണം ഇന്ന് കിഫ്ബിയിൽ നിന്ന് എടുത്തുള്ള തുകയ്ക്കനുസരിച്ച്. അപ്പൊ അത്തരത്തില് സാമ്പത്തിക രംഗം ഏറ്റവും മോശമായ ഒരു സ്ഥിതിവിശേഷം നിൽക്കുമ്പോൾ അതൊരു വലിയ ചാലഞ്ചാണ് ഇനിയുള്ള ഗവൺമെന്റ്.